റൈഡിംഗ് റിപ്പോർട്ടറിന്റെ അടുത്ത യാത്ര പത്തനംതിട്ടയിലേക്കാണ്. ഒരു ജില്ലാ ആസ്ഥാനത്തിന് വേണ്ട യാതൊരു സൗകര്യവുമില്ലാതെ വീർപ്പുമുട്ടുകയാണ് പത്തനംതിട്ട നഗരം. ഗതാഗത കുരുക്കും യാത്രാ ദുരിതവും ദിനംതോറും വർദ്ധിക്കുന്നു. നഗരത്തിന്റെ യാത്രാ ദുരിതം ഒപ്പിയെടുക്കാനാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. പത്തനംതിട്ടയിൽ നിന്നും ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് കടന്നു ചെല്ലുന്നത്, റൈഡ് ചെയ്തു പോകുന്നത് പത്തനംതിട്ട നഗരത്തിലേക്കാണ്. പത്തനംതിട്ട നഗരത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കാണ്, ആളുകളുടെ പ്രതികരണങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ കടന്നു ചെല്ലുന്നത്. നമുക്ക് പോയി വരാം. നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം യാത്രാ ദുരിതം തന്നെയാണ്. അബാൻ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു, ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ പ്രദേശത്തെ നാട്ടുകാർക്കും കച്ചവടക്കാർക്കും ഓട്ടോ ഡ്രൈവർമാർക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. വിഷമത്തിൻ്റെ, വേദനയുടെ കഥ. രണ്ട് വർഷക്കാലമായി അബാൻ മേൽപ്പാലം നിർമ്മാണം തുടങ്ങിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ സമീപത്തു നിന്ന് തുടങ്ങി മുത്തൂറ്റ് ആശുപത്രിയുടെ പരിസരത്ത് അവസാനിക്കുന്ന തരത്തിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് മേൽപ്പാലം എന്നാണ് വിശദീകരിച്ചിരുന്നത്. എന്നാൽ യാത്രാ ദുരിതം പരിഹരിക്കാൻ കൊണ്ടുവന്ന നൂതന ആശയം യഥാർത്ഥത്തിൽ വിപരീത അവസ്ഥയിലായിരിക്കുകയാണ്. റൈഡിംഗ് റിപ്പോർട്ടർ എത്തിയിരിക്കുന്നത് അബാൻ മേൽപ്പാലം നിർമ്മാണം നടക്കുന്ന പ്രദേശത്താണ്. ഇവിടെ യാത്രാ ദുരിതമെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ, മറ്റു പരിഹാരങ്ങൾ തേടിയില്ലെങ്കിൽ വലിയ കഷ്ടത ജനങ്ങൾ ഇനിയും അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ പ്രതികരണമാണ് നമുക്ക് തേടേണ്ടത്. നമുക്കിവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ചേട്ടൻ മാത്രമല്ല, നഗരസഭ കൗൺസിലറാണ്. നമസ്കാരം. അർജുന ചേട്ടാ, നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞതിനേക്കാളും കുറച്ചും കൂടി സ്പീഡുണ്ട്. എങ്ങനെയാണ് ഇത് പെട്ടെന്ന് പൂർത്തിയാക്കിയില്ലെങ്കിലുള്ള ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ, പത്തനംതിട്ട നിവാസികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. നഗരത്തിന് പ്രത്യേകിച്ച് സ്ഥലം കുറവാണ്. ആ ഉള്ള സ്ഥലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടമാണ്. ഇവിടെ ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ, മറ്റവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇലക്ഷൻ വരുന്ന ടൈമുകളിൽ മാത്രം വികസന പ്രവർത്തനമാണ് നമ്മുടെ മേൽപ്പാലം എന്ന് പറയുന്നത്. ഇലക്ഷൻ ഉള്ളൊരു ട്രിക്കായിട്ടാണ് ഇപ്പോൾ മേൽപ്പാലത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷമായി ഇപ്പോൾ നടക്കാൻ തുടങ്ങി. ഇവിടെ എത്ര ആൾക്കാർ പണിയുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കാരണം അതിൽ ആൾ കുറവാണ്. 5-6 പേരേ ഉള്ളൂ. കുറച്ച് പേര് അവിടെ കമ്പി മുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇത് മാൻപവർ കൂട്ടി എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹവും ആവശ്യവുമല്ല. പത്തനംതിട്ട നഗരത്തിലെ വ്യാപാര മേഖല ഉൾപ്പെടെ സർവ്വത് സ്തംഭിച്ചിരിക്കുകയാണ്. കാരണം ഈ പത്തനംതിട്ടയിൽ ഏറ്റവും മനോഹരമായ ഒരു റിംഗ് റോഡിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു അശാസ്ത്രീയമായ രീതിയിൽ ഇതുവരെ ഒരു ഈ മേൽപ്പാലം പണിയത്. ഈ പണി പൂർത്തിയാക്കണം. ഇനി പൂർത്തിയാക്കാതെ രക്ഷയില്ല. ഇതിൻ്റെ 10% പോലും പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് സർവീസ് റോഡിൻ്റെ പണി തുടങ്ങിയിട്ടില്ല. ഗൂഗിൾ മാപ്പ് പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഓരോ ദിവസവും ഈ പത്തനംതിട്ട നഗരത്തെ മോശമാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് പോകാൻ ഒരു പാരലൽ റോഡ് ഇതുവരെ ചെയ്തിട്ടില്ല. 2, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ വിളിച്ചിട്ട് അവരുടെ ആവശ്യം, ഇത് വരേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, നിങ്ങളുടെ സജഷൻ എന്താണ്, ഇതൊന്നും ചോദിച്ചിട്ടില്ല. പത്തനംതിട്ടയിൽ വന്ന അയ്യപ്പ ഭക്തന്മാർ എങ്ങോട്ട് പോകണം, അവർ റോഡ് എങ്ങോട്ടാണെന്ന് പോലും അറിയാത്തൊരു രീതിയിലാണ് ഇന്ന് ഈ പത്തനംതിട്ട റിംഗ് റോഡ് ഇല്ലാതാക്കി ബഹുമാനപ്പെട്ട വീണ ജോർജ് കളഞ്ഞിരിക്കുന്നത്. മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണം. സമയബന്ധിതമായി മറ്റു റോഡുകളൊക്കെ നവീകരിക്കണം. ഇതല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കും യാത്രാക്ലേശവും അതുപോലെ തന്നെ തുടരും. സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാടമ്പശ്ശേരിക്കുമൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.